ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി പ്രവർത്തിച്ചില്ലെങ്കിലും മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ടിരുന്നാൽ മതി, നമ്മൾ അവിടെ എത്തും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇതിൽ പറയുന്നത് ബേണിംഗ് ഡിസയർ ദിസ് വിൽ ഇംപ്ലിമെൻ്റ് ആൻഡ് മാനിഫെസ്റ്റ് എന്നാണ്. ഈ നിമിത്തങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഞാൻ പോയിട്ട് ചോദിച്ചതോ മേടിച്ചതോ ഒന്നുമല്ല, എല്ലാം എനിക്ക് ഇങ്ങോട്ട് വന്നതാണ് എല്ലാം. എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വാത്സല്യം എന്ന ടൈറ്റിലാണ്. അതൊരു സിനിമയായിട്ടല്ല, ഹനീഫ് ഖാൻ എന്ന് പറഞ്ഞ വാത്സല്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. പുതിയ കഥകളില്ല, കഥകളെല്ലാം മഹാഭാരതത്തിലും രാമായണത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. എല്ലാവരും എല്ലാം ശരിയാക്കാം. അപ്പോൾ സാർ ഇപ്പോൾ നേരത്തെ 8ാം ക്ലാസ്സിൽ പ്രൊജക്ടർ കോയമ്പത്തൂർ പോയി വാങ്ങി വന്ന കഥ. അപ്പോൾ അന്നേരം വീട്ടുകാരൊക്കെ എങ്ങനെയാണ് അപ്പോൾ അന്ന് മുതൽ തുടങ്ങി അപ്പോൾ സിനിമയിലേക്ക് വന്നത്? സിദ്ദിഖ് ലാൽ സാറിൻ്റെ കൂട്ടുകെട്ടിൽ അവർ അസിസ്റ്റ് ചെയ്തിട്ടാണ്. അവരിൽ അനിയൻ ബാവലും ചേട്ടൻ ബാവലൊക്കെ തിരക്കഥ എഴുതി. പക്ഷേ ഈ പ്രോസസ്സ് ഇതിൽ എത്തുന്നതിന് മുന്നൊരു ജേണി ഉണ്ടല്ലോ, ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ നമ്മൾ ആ ഒരു മേഖല അവിടം വരെ എത്തിപ്പെടാൻ? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് അതിനകത്ത് അറിയേണ്ടത്? എങ്ങനെയാണ് അവിടെ എത്തിയത്? നിരന്തരമായി സിനിമ ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി പ്രവർത്തിച്ചില്ലെങ്കിലും മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ടിരുന്നാൽ മതി, നമ്മൾ അവിടെ എത്തും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. എത്തണ്ട എന്ന് വിചാരിച്ചോടത്തും എത്തിയിട്ടുണ്ട്. ആഗ്രഹം അത്രയും നമ്മുടെ മനസ്സിലുണ്ടാവണം, തീവ്രമായ ആഗ്രഹം. ബേണിംഗ് ഡിസയർ എന്നാണ് അതിന് ശാസ്ത്രത്തിൽ പറയുന്നത്. നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു നല്ലൊരു പുസ്തകമുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇതിൽ പറയുന്നത് ബേണിംഗ് ഡിസയർ ദിസ് വിൽ ഇംപ്ലിമെൻ്റ് ആൻഡ് മാനിഫെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ ബേണിംഗ് നമുക്ക് ഡിസയർ ഉണ്ടാവും. ഒരു കാറ് വേണം, ഒരു വീട് വേണം എന്നൊക്കെ ഡിസയർ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എ ബേണിംഗ് ഡിസയർ. അത് വെറുതെ ഒന്ന് ആലോചിച്ചു, ഒന്ന് ചിന്തിച്ചു, ഒന്ന് ആഗ്രഹിച്ചു, തീവ്രമായ അതിനു വേണ്ടി ചിന്തിക്കണം. അപ്പോൾ അതിന് പറയുന്ന വിഷ്വലൈസേഷനിലൂടെ നമുക്ക് ബേണിംഗ് ഡിസയർ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കാറ് വേണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കാറ് വേണമെന്നേ ഉള്ളൂ. നാളെയും അത് തന്നെ ഉള്ളൂ, മറ്റന്നാളും അത് തന്നെ ഉള്ളൂ. പോരാ, നാളെ ആ കാറിൻ്റെ കളർ നിങ്ങൾ കാണണം. കാറ് വേണം, എന്ത് കളർ? റെഡ്. ഓക്കെ. സീറ്റ്, പിറ്റേ ദിവസം അതിൻ്റെ സ്റ്റിയറിംഗ്, അതിൻ്റെ ഡാഷ്ബോർഡ് എങ്ങനെയായിരിക്കുന്നത്? എങ്ങനെയാണ്? എത്ര പേർക്ക് ഇരിക്കുക? എത്ര AC ഉണ്ടോ? ഇല്ലേ? ഈ കാറിൻ്റെ ഷേപ്പ്, ഇതൊക്കെ പഠിച്ച് നമ്മൾ വിഷ്വൽ കണ്ട് ഫിക്സ് ആകണോ കാറിനെ? ഫിക്സ് ആയാൽ അത് നിങ്ങളിൽ വരും. ഇനി അത് മുറ്റത്ത് കിടക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ഷെഡിൽ കിടക്കുന്നതും കൂടെ നിങ്ങൾ സ്വപ്നം കാണണം. അത് വരും, അതെത്തിയിരിക്കും. അങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നം കണ്ട് ആദ്യം തന്നെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് നേരെ മറ്റൊരു ജോലിയിലേക്ക് കടന്നിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പോൾ അതെന്താണ് ആ ഒരു ജോലി? അവർ അന്നേരം പെട്ടെന്ന് തന്നെ സിനിമയ്ക്ക് വേണ്ടി മാത്രം സമയം നീക്കി വെക്കാനിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കോൺട്രാക്ടർ ആയിട്ടാണ് ആദ്യം ജോലി എടുത്തത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു അവിടേക്ക് എത്തിയത്? അത് മിമിക്രിയിലൂടെയാണ്. അതായത് ഇടക്ക് മിമിക്രിയിൽ വന്നതും ഈ നിമിത്തങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഞാൻ പോയിട്ട് ചോദിച്ചതോ മേടിച്ചതോ ഒന്നുമല്ല, എല്ലാം എനിക്ക് ഇങ്ങോട്ട് വന്നതാണ് എല്ലാം. അതിപ്പോൾ എറണാകുളത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരലൽ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വർഷത്തെ കലാപ്രതിഭയായിരുന്നു കേട്ടോ. ഇവിടെ 89 ആണെന്നോ, ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് എനിക്കായിരുന്നു. അപ്പോൾ ഇത് അന്ന് പത്രവും ഇല്ല, ഇതും ഇല്ലാത്തതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ടൗൺ ഹാളിൽ ഒതുങ്ങിപ്പോയി എൻ്റെ ഇത്. അപ്പോൾ അന്ന് ഒരു മന്ത്രി വരാനുണ്ടായി. ആ മന്ത്രി വരാൻ വൈകിയപ്പോൾ സാബു എന്ന് പറഞ്ഞ സാബു നമ്മുടെ ഇവിടെ കൗൺസിലറൊക്കെ ആയിരുന്നു. ആ സാബു അന്ന് പഠിക്കുകയാണ്. അപ്പോൾ സാബു ഒരു മിമിക്രിയെങ്കിലും ആരെങ്കിലും ഒന്ന് കയറ്റി ഒന്ന് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു മിമിക്രി ചെയ്യുന്ന ആളുണ്ട്, അയാൾക്ക് ഞാൻ ഐറ്റം പറഞ്ഞു കൊടുത്തു, ഐഡിയ കൊടുത്തു. അപ്പോൾ അവർ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല, ഒരാൾ കൂടി. ഈ സാബുവിനെ ബലമായി പിടിച്ച് സ്റ്റേജിലോട്ട് കയറി, നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ചെയ്യുന്നു, പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്തു ഞാൻ ഇറങ്ങി വന്നു. എല്ലാവർക്കും ഇഷ്ടമായി. ഇറങ്ങി വന്നപ്പോൾ കലൂർ റോസരി എന്നും പറഞ്ഞൊരു
ക്ലബ്, ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഡാൻസും ഒക്കെയുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ റോസരിയിലൊരു ബാബു ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങുകയാണ്. അതിലൊരാളെ വേണം. അതിന് പുള്ളി എന്നെ കണ്ടപ്പോൾ പുള്ളി വന്ന് ബുക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഞാൻ ഇതിൻ്റെ ആളല്ല, മ്യൂസിഷ്യനാണ്. ആക്ച്വലി ഞാൻ മ്യൂസിഷ്യനാണ്, കീബോർഡ് പ്ലെയറാണ്. ഞാൻ അതൊക്കെ ആണെങ്കിൽ വരാം, ഇത് മറ്റേയാളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങളെ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് ഈ റാഫിയും കലാഭവൻ അനീഫിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവരെ ഇതുപോലെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫ്ലവർ ഷോ പ്രോഗ്രാമിനാണ് ഞങ്ങൾ കയറേണ്ടത്. കയറി പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ട്രൂപ്പായിട്ട് വരുന്നു. അവിടുന്ന് തുടങ്ങിയ ബന്ധമാണ് റാഫി. അതെ, അവിടെ നിന്ന് സിനിമയിലേക്ക് വരാൻ എളുപ്പ വഴി സിദ്ദിഖിനെ കണ്ടു, പരിചയമായി. അങ്ങനെ വന്നു, നമ്മൾ എഴുതുമെന്ന് പറഞ്ഞു, എഴുതിയത് കാണിക്കുന്നു. അങ്ങനെ ഇത് ഡെവലപ്പാവുന്നു, പ്രൊഡ്യൂസർ വരുന്നു, കാര്യങ്ങൾ നടന്നു. അതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാർ, ഒരു ജോലിയിൽ നിന്നാണ് അതിന് മുന്നേ ഇപ്പം ഒരു ജോലി, ഇപ്പം കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു ജോലി, ആ ജോലി ചെയ്യുന്ന സമയത്തും ഈ സിനിമ എന്ന് പറഞ്ഞൊരു പാഷൻ മുറുകെ പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിനു വേണ്ടി ചെയ്തു എന്തെങ്കിലും എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്? എഴുതും പല സ്ഥലത്തും. ഞാൻ ഈ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് സിനിമാ മാസികകളിൽ, അതിലൊക്കെ അയക്കുമായിരുന്നു. പത്രങ്ങളിൽ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. സൺഡേയിലൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ മനോരമ സൺഡേയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുട്ടിക്കാലത്താണേൽ ഈ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അച്ഛനും അമ്മയുടെ ഒരു സപ്പോർട്ട്, അപ്പൊ നല്ല സിനിമകളൊക്കെ ഒരുപാട് കാണുമായിരുന്നു ആ സമയത്ത്? ഇല്ല, വീട്ടുകാരും തന്നെ പൊതുവെ സിനിമ കാണുന്ന കൂട്ടത്തിലായിരുന്നില്ല. സിനിമ ഒരു ചർച്ചാ വിഷയം പോലും അല്ല വീട്ടിൽ, ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ കലയെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു 4 വയസ്സുള്ളപ്പോൾ എനിക്ക് ഹാർമോണിയം തന്നു, പുതിയത് വാങ്ങിച്ചു. സംഗീതം പഠിച്ചു. ഗുരു വീട്ടിൽ വന്നിരുന്ന് പഠിപ്പിക്കുന്ന ലോനപ്പൻ ഭാഗവതർ എന്ന് പറഞ്ഞൊരു ഭാഗവതർ അന്നുണ്ടായിരുന്നു, കൂനമ്മാവ്. അദ്ദേഹമാണ് വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കും. മായാമാളവ് തൊട്ട് തുടങ്ങി അദ്ദേഹം പഠിപ്പിക്കും. എന്നെ മാത്രമല്ല, എൻ്റെ 2 ബ്രദേഴ്സിനുണ്ട്, അവരെയും സംഗീതം പഠിപ്പിക്കും. അങ്ങനെ സംഗീതമായിരുന്നു പുള്ളിക്ക് വലിയ താല്പര്യമായിരുന്നു. രാത്രി പ്രയറൊക്കെ കഴിഞ്ഞാൽ പാട്ട് പാടണം, പുള്ളിക്ക് വലിയ നിർബന്ധമായിരുന്നു, ഹാർമോണിയൊക്കെ വെച്ചിട്ട്. എന്നല്ല, സൺഡേ മാത്രം. കാരണം ഇവർക്ക് അന്നേ ഉണ്ടാവുള്ളൂ. അതൊരു നല്ലൊരു അരങ്ങായിരുന്നു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പള്ളിയിൽ ഒരച്ഛൻ വന്നിട്ട് പറഞ്ഞത്, കൊയർ ചെയ്യാമോ? അങ്ങനെ കൊയറിലേക്ക് പോയി. അവിടെ നിന്ന് ഈ മിമിക്രിയിൽ വന്ന് കാസറ്റുകൾ കുറേ ചെയ്തു. അങ്ങനെ ആ രീതിയിൽ കുറേ കലാപ്രവർത്തനം നടപ്പുണ്ട്. അപ്പോൾ ഞാനും സംഗീതം ചെയ്യാൻ തുടങ്ങി, എൻ്റെയും കാസറ്റുകൾ ഇറങ്ങി. അപ്പോൾ ഒരാഗ്രഹമായിരുന്നു സ്വന്തം ഒരു സ്റ്റുഡിയോ വേണം. അത് ഞാൻ ഉണ്ടാക്കി. ആ സ്റ്റുഡിയോയിൽ തന്നെ എൻ്റെ പാട്ടുകൾ ഞാൻ കുറേ ചെയ്തു. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കാത്തതും എൻ്റെ കയ്യിൽ വന്ന് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ സാർ നേരത്തെ പറഞ്ഞു നിമിത്തങ്ങളാണ് സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം. അവസരം സിനിമയിലേക്കെന്നല്ല, ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് എല്ലാം അനുഭവിച്ചത് നിമിത്തങ്ങളായിരുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു നിമിത്തം എന്തായിരുന്നു ഇതിലേക്ക് വരാൻ? അങ്ങനെ ചോദിച്ചാൽ ഏറ്റവും വലിയൊരു നിമിത്തം എനിക്കിപ്പോഴും ഓർമ്മയിലുള്ളത്, അതായത് സിനിമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനിടയായ ഒരു നിമിത്തമുണ്ട്. മിമിക്രി ചെയ്യാൻ തുടങ്ങി. റാഫി അനീഫൊക്കെ ആയിട്ട് പരിചയവും ബന്ധമൊക്കെ ആയി. അങ്ങനെ മിമിക്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഇവിടെ മഞ്ഞുമലൊരു ധ്യാനം കേന്ദ്രമുണ്ട്, എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അവിടെ ഒരു ജർമ്മനിക്കാരി ഒരു മദാമ വന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ക്യാമറയും കുറേ സാധനങ്ങളുണ്ട്, കുറേ ആക്സസറീസ് ഉണ്ട്, ഡബ്ബിങ് സ്യൂട്ടുണ്ട്, എഡിറ്റിംഗ് സ്യൂട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഇവർ മെൻ്റലി കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവർക്ക് ഈ ധ്യാനം ഒന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുപോകണം ജർമ്മനിക്ക്. അതിനാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ക്യാമറയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുത്തുണ്ട്, കല്യാണത്തിനൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരാളുണ്ട്, അയാളെ വേണമെങ്കിൽ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ഈ മദാമയായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ട് പോലുമില്ല, എനിക്കറിയില്ല. അപ്പോൾ അവർ വന്നൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട എന്നൊരു തോന്നൽ വന്നു. ഇതൊരു ഉഗ്രൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. എനിക്ക് ജർമ്മനിയിൽ പോയി ഒരു മദാമയോട് ഇത് ചോദിക്കാൻ പറ്റും? ഇവിടെ അവർ വീടിൻ്റെ വാതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് എങ്ങനെ പറയണം, ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ട്
ഞാൻ ആദ്യം അവരോട് പറഞ്ഞ ഇതാണ്, ഇതിന് വൈറ്റ് ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പഴയ VHS ക്യാമറകൾക്ക്, അതുകൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ. ഞാനൊന്ന് വൈറ്റ് ബാലൻസ് ചെയ്ത് നോക്കാം, അത് സക്സസ് ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരും കേട്ടിട്ടില്ല ഇത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്, അത് വൈറ്റ് ബാലൻസിങ് ആണ്. അതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വൈറ്റ് പേപ്പർ വെച്ച് കൊടുത്താൽ ഇവിടെ ബ്ലൂ എന്നുള്ളത് ഇങ്ങനെയായി വൈറ്റ് ആവും, ഇനിയും ഞെക്കി പിടിച്ചാൽ അത് റെഡ് ആവും. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇനി എടുത്തപ്പോൾ നല്ല ക്ലിയർ കളർ, റോസാപ്പൂവൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിയാൽ ഗ്രീനായിട്ട് തന്നെ വന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഇതാണ്, എടുക്കുമ്പോൾ ഈ എടുക്കുന്ന കളറല്ല വരുന്നതെന്ന് പറഞ്ഞു. അത് ഇത് ചെയ്തപ്പോൾ അത് വന്നു. അവർ പറഞ്ഞു നിങ്ങൾ ചെയ്താൽ മതി ഇത്. ഞാനൊരു ധൈര്യത്തിൽ 10 ദിവസം ഈ ധ്യാനം ഷൂട്ട് ചെയ്തു. ഇനി ഇത് എഡിറ്റ് ചെയ്യണോ അതെനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടിട്ട് പോലുമില്ല എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം. ഡബ് ചെയ്യണം, ഇനി ഡബിൻ്റെ ആവശ്യമില്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇരുന്ന് പഠിച്ചു നോക്കിയിട്ടും ഇനി ബ്രോഷറില്ലേ ഇവരുടെ കയ്യിൽ. അങ്ങനെ അവസാനം ഇവർ എന്നോട് യാത്ര പറയുന്നു, ഞാനിതെല്ലാം കെട്ടിക്കൊടുക്കുന്നു, നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തു. അവർ യാത്ര പറയാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇത് മുഴുവൻ നിങ്ങളങ്ങ് എടുത്തോ, എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് അങ്ങ് വെച്ചോ. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ജീവിതത്തിൽ ഇതുവരെ കാണാത്ത സാധനം ഞാനിട്ട് വാങ്ങാനും പോകുന്നില്ല, ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ. ഇത് വെച്ച് നമ്മൾ തമാശക്ക് ഞാൻ ആദ്യം ചെയ്തത് ഒരു ബീഡിയുടെ പരസ്യം വെറുതെ ഉണ്ടാക്കി, ഒരു 2-3 ഫ്രണ്ട്സിനെ വെച്ചിട്ട് കേരള ദിനേശ് ബീഡിയിലൊക്കെ പറഞ്ഞ് തമാശക്കൊരു പരസ്യം ഉണ്ടാക്കി. അത് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോഴാണ് ഒരാളെന്നോട് എഡിറ്റ് ചെയ്യാം ഇതിൽ, പക്ഷെ ഈ ഇതുപോലെ ഒരു VCR കൂടി വേണം, എന്നാലേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒന്നിൽ മാസ്റ്റർ കാസറ്റ് ഇടണം, ഒന്നിൽ റെക്കോർഡ് ചെയ്യേണ്ടതിലിടും, എന്നാലേ ഇതിങ്ങനെ കട്ട് ചെയ്ത് ലീനിയർ എഡിറ്റിംഗ് നടക്കുകയുള്ളൂ. അത് ഞാൻ പഠിച്ചു. അത് കിട്ടിയതോടെ എനിക്ക് മനസ്സിലായി ഇതിൽ കൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇത് ചാനൽ എടുക്കില്ല, ദൂരദർശനേ ഉള്ളൂ, ദൂരദർശൻ ഇത് എടുക്കില്ല, VHS എടുക്കില്ല. അവർക്ക് അവരുടേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിലേ എടുക്കാൻ പറ്റുള്ളൂ, ബീറ്റ അതിലേ പറ്റുള്ളൂ. അപ്പം അതിന് വേറെ ക്യാമറ വേണം. ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇത് കൊണ്ടാണ് നമ്മൾ സിദ്ദിഖ് ലാലിനെയൊക്കെ പരിചയപ്പെടാനുണ്ടായ കാരണം. മാത്രമല്ല ഒരുപാട് പേരെ പരിചയപ്പെട്ടു ഈ ഒരു സാധനം ഉണ്ടായിരുന്നുണ്ട്. ഇത് കാണാനും ഒക്കെ ആളുകൾ വരികയും. സിദ്ദിഖ് ലാൽ ഇങ്ങനെ കാണാൻ വന്നതാണോ ഇത്? ഇങ്ങോട്ടല്ല വന്നത്, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ എനിക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സാധനം അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അത് കിട്ടുന്നത്. ലെഫ്റ്റ് റൈറ്റ് കിട്ടൂല. നമ്മളെല്ലാം ലെൻസ് ലുക്ക് കൊടുത്തിട്ടാണ് എടുത്തോണ്ടിരുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ലെൻസ് ലുക്കല്ല, അത് റോങ് ആണ്. ലെഫ്റ്റ് കൊണ്ട് റൈറ്റ് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് ലുക്ക് പോകേണ്ടതെന്ന് സിദ്ദിഖണ്ണനാണ് ആദ്യം പറഞ്ഞു തന്നത്. അത് കേട്ടതോടെ നമുക്ക് ഡെവലപ്പ് ആകാൻ തുടങ്ങി, നമ്മുടെ ഫ്രെയിമിന് ചേഞ്ചായി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി സിനിമയിലേക്ക് എത്തുക. ഈ ഒരു ക്യാമറ ഒരു നിമിത്തമാണ്, അല്ലെങ്കിൽ ഈ മദാമ ഒരു നിമിത്തമാണ്. അപ്പോൾ ഈ ഫ്രെയിമിംഗ് ഒക്കെ പിന്നെ വരുന്ന ദിവസം ഫ്രെയിമിംഗ് ഒക്കെ മൈൻഡിൽ വന്നത് ഈ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പേരിങ്ങനെ അച്ഛനും അമ്മയും കാണാണ്ടൊക്കെ സിനിമ കാണാൻ പോയ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രെയിമിംഗ് ഒക്കെ വരാൻ ഒരുപാട് സിനിമകൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കാണുമായിരുന്നു മാറ്റിനി? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഞാൻ ഒളിച്ചു പോയാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾക്ക് FACTയുടെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗമണ്ഡൽ തിയേറ്റർ FACTയുടെ തിയേറ്ററാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സബ്സിഡി ഉണ്ട്, 30 പൈസ കൊടുത്ത സിനിമ കാണാം. അപ്പോൾ ആരും കാണാതെ വീട്ടിൽ നിന്ന് ഒരു 30 പൈസ എടുത്തിട്ട് പോയി ഞാൻ എല്ലാ മാറ്റിലേക്കും കയറും. അപ്പോൾ അത് വീട്ടിൽ അറിഞ്ഞു, ആരൊക്കെയോ ചെന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയ വിഷയമായി. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി, പഴയ കാലത്തെ ഒരു പ്രശ്നം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ വീട്ടിൽ സിനിമ കാണുന്നത് ഒരു വലിയ തെറ്റായിരുന്നു. മാത്രമല്ല പുസ്തകം വായിക്കുന്നതും തെറ്റായിരുന്നു, പ്രത്യേകിച്ച് കഥാപുസ്തകം നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭയങ്കര ഒരു പാപം ചെയ്തു എന്നാണ്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അറിഞ്ഞോ, ഒരു കഥാപുസ്തകം വായിച്ചൊരു പെൺകുട്ടി പഠിക്കുന്ന സമയത്ത് എന്നൊക്കെയാണ് ഒരു വലിയ പരാതി പോലെ പറയുന്നത്. ഇത് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു പുസ്തകം കാണുമ്പോൾ വായിക്കാൻ. കാരണം ഇത് തെറ്റല്ലേ. അപ്പോഴാണ് നമ്മൾ സിനിമ ഒളിച്ചുപോയി കാണുന്നത്. ഇത് പിടിച്ച വലിയ വിഷയമാണ്. അപ്പോൾ എൻ്റെ ഫാദർ അന്ന് ഫാദർ ഉള്ളപ്പോഴാണ് ഇത് പുള്ളിയുടെ മുമ്പിൽ വന്നു പ്രശ്നം. പുള്ളി എന്നെ വിളിച്ചു, ചോദിച്ചു.
എല്ലാവരും നിൽക്കല് ചോദിച്ചു. അപ്പോൾ ഞാൻ സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഞാൻ പോയി, ഒന്നല്ല ഒരുപാട് തവണ പോയി കണ്ടു. എല്ലാ ശനിയാഴ്ചയും പോകാറുണ്ട്. അപ്പം എത്ര സിനിമ ഇപ്പം കണ്ടു കാണുമോ അപ്പോൾ അതൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി, അടുത്ത ശനിയാഴ്ച മുതൽ ഒളിച്ചു പോകണ്ട. അപ്പോൾ ഞങ്ങൾക്ക് കടയുണ്ട്, കടയിൽ പോയിട്ട് പൈസ 1 രൂപ വാങ്ങിയിട്ട് വയ്ക്കും. എല്ലാ ശനിയാഴ്ചയും മാറ്റിനെ കൊണ്ടുപോകുന്നു. എനിക്കുണ്ടായ സന്തോഷം ചില്ലറ സന്തോഷമായിരുന്നില്ല. കാരണം സിനിമ കാണാൻ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. മാത്രമല്ല അതൊരു വിഷമം തോന്നിയത്, ഞാൻ ലാസ്റ്റ് കണ്ടത് തുലാഭാരം എന്ന് പറഞ്ഞ പടമാണ്. അപ്പം അടുത്ത ആഴ്ച പുതിയ സിനിമ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഈ തുലാഭാരം നല്ല സിനിമയായതുകൊണ്ട് 2ാം വാരം ഓടി. അപ്പം അടുത്ത ശനിയാഴ്ച ഈ പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കണ്ട പടമല്ലേ കഴിഞ്ഞ ആഴ്ച. ഞാൻ പറയാം എന്നാലും എനിക്ക് അലോ ചെയ്തേക്കുന്നതല്ലേ, എനിക്ക് തന്നേ പറ്റുള്ളൂ പൈസ. അവസാനം ഞാൻ അതൊന്നുകൂടെ പോയി കണ്ടു തുലാഭാരം. കാരണം ആ ചാൻസ് മിസ് ചെയ്യരുത്. ദിലീപ് എന്നൊരു നടനിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഒരുപാട് ഏത് വേഷവും ചെയ്യാൻ പറ്റുന്ന ഒരു നായകനായിക്കോട്ടെ, വില്ലനായിക്കോട്ടെ, കോമഡി എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് കാണിച്ചു തന്ന സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂവി, ഏതെങ്കിലും ഒരു സീൻ അങ്ങനെ പറയാനാണെങ്കിൽ പറയാൻ പറ്റില്ല. ഏത് സിനിമയാണ്? എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാം നല്ല. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചാബി ഹൗസ്, അത് തെങ്കാശിപ്പട്ടണമൊക്കെ ഭയങ്കര ഹൈലൈറ്റഡ് ആണ് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സാർ നേരത്തെ പറഞ്ഞു തെങ്കാശിപ്പട്ടണത്തിന്റെ സെക്കൻഡ് പാർട്ട് വരില്ല എന്ന്. പക്ഷെ തെങ്കാശിപ്പട്ടണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാൽ സാറിന്റെ കഥാപാത്രമാണെങ്കിലും സുരേഷ് ഗോപി ചേട്ടൻ്റെ ആണെങ്കിലും, പക്ഷെ സുരേഷ് ഗോപി എന്ന നടനിലെ ആ ഒരു പൊട്ടും ആ ഒരു സൗന്ദര്യം അത്രത്തോളം വന്നൊരു സിനിമയില്ല. സുരേഷ് ഗോപിയെ തന്നെയാണേലും പ്രത്യേകമായിട്ട് ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്തൊരു രീതി വളരെ രസമായിരുന്നു. അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ സുരേഷ് ഗോപി എന്നൊരു നടനെ കണ്ടിട്ടില്ല. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യമായാലും ആ ഒരു കഥാപാത്രമായാലും ഇങ്ങനെ ജനങ്ങളിലേക്ക് സ്വാധീനം? അദ്ദേഹത്തിന്റെ സൗന്ദര്യമൊക്കെ അദ്ദേഹത്തിന്റെയാണ്, നമ്മുടെ അല്ല. അല്ലാതെ ഒന്നുകൂടി എന്താ പറയാ, മേക്കപ്പ് പുള്ളിയുടെ തന്നെ മേക്കപ്പാണ്, അത് പുള്ളി തന്നെ ആണ് അങ്ങനെയൊക്കെ ചെയ്തു. അത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, അത് പുള്ളിയുടെ സ്വന്തം. പിന്നെ നമ്മൾ കൊടുത്തത് കഥാപാത്രമാണ്. അങ്ങനെ കണ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ മനസ്സിൽ കണ്ട് സുരേഷ് ഗോപിയെ കണ്ടു തന്നെയാണ് അത് എഴുതിയത്. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ അത് തന്നെയായിരുന്നു. അതെ, അത് തന്നെയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് പഞ്ചാബി ഹൗസിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ചിലപ്പോൾ മാറിയിരുന്നെങ്കിൽ ആൾക്കാർക്ക് അത് ദഹിക്കുമായിരുന്നു. അല്ല, 2 വിധത്തിൽ ഞങ്ങൾ എഴുതിയിരുന്നു, ഷൂട്ടും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് അഭിപ്രായം തേടിയിട്ടാണോ പഞ്ചാബി? അങ്ങനെ ഒരു വലിയ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. സിനിമ പോലെ തന്നെ ഞങ്ങൾ കഥ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടാണ് അവരൊക്കെ ചാടി എണീറ്റ് വേറൊരു ക്ലൈമാക്സ് പറഞ്ഞു. ഇത് നടക്കില്ല എന്ന് കാമുകി കാത്തിരിക്കുവാണ് ഇത്രയും കാലമായിട്ട് വിധവയെ. അത് എല്ലാവരും ചോദിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞു അവള് കാത്തിരിക്കുകയല്ലേ, അപ്പോൾ അവളെയല്ലേ കെട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അവളോട് ആര് പറഞ്ഞ് കാത്തിരിക്കാൻ എന്നാണ് പെണ്ണുങ്ങൾ ചോദിച്ചത്. അവളോട് ആര് പറഞ്ഞ് കാത്തിരിക്കാൻ? ഒരുത്തൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ കാത്തിരിക്കണോ? അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, അവൾക്ക് വേറെ കെട്ടാം. ഇതിപ്പോൾ ഇവിടെ തന്നെ കെട്ടണം അങ്ങനെ. അപ്പോ ഒരു വിധത്തില് പക്ഷെ സാറിന് ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് എനിക്ക് ഇത് ക്ലൈമാക്സ് ഓട്ടോമാറ്റിക്കലി ഇഷ്ടമായി. മറ്റതും ഇഷ്ടമായിരുന്നു, രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു അത്. പിന്നെ ഇനിയൊരു ഹനീഫിക്ക, അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, നമ്മുടെ ദിലീപേട്ടൻ, ആ ഒരു സമയത്തൊക്കെയുള്ള ആ ഒരു എല്ലാവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ. ഇന്നത്തെ സിനിമകളിൽ തന്നെ അങ്ങനെ തുടർച്ചയായിട്ട് ഒരേ ആൾക്കാർ വരിക, അങ്ങനെ കോമഡി അവതരിപ്പിക്കുക, അത് കുറവാണ്. ആ ഒരു ബോണ്ടിങ് ശരിക്കും ഇന്നത്തെ ഒരു സിനിമയിൽ കാണാനുണ്ടോ? കഥാപാത്രങ്ങൾ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ സിനിമയുടെ കഥാപാത്രങ്ങൾ എങ്ങനെ പോകണമെന്ന് അവരാണല്ലോ തീരുമാനിക്കുന്നത്. അതുപോലെ പോകുന്നു. നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായില്ലെന്നും വരും. അങ്ങനെ പോകണം. കൊച്ചിൻ ഹനീഫിക്കയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയാം. ഒരുപാട് പ്രേക്ഷകരെ കുറിച്ച് ഒരുപാട് ഓർക്കാനുണ്ട്. അദ്ദേഹത്തെ ഇപ്പം ഞാൻ ഈ അടുത്ത് വരെ ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വാത്സല്യം എന്ന ടൈറ്റിലാണ്. അതൊരു സിനിമയായിട്ടല്ല, ഹനീഫ് ഖാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. എല്ലാവരോടും വാത്സല്യം കാണിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അങ്ങനെ വേറൊരാളെ എനിക്ക് പറയാൻ പറ്റില്ല. അത്ര വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഹനീഫ് ഖാൻ.
സ്നേഹം മാത്രമല്ല, നമ്മളെയൊക്കെ കാണുന്നത് സ്വന്തം അനിയനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ മാത്രം കാണുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വലിയട്ട സ്ഥാനത്ത് നിന്ന് തന്നെയാണ്. അത് സിനിമയിലെന്നല്ല, വ്യക്തിപരമായും ഉപദേശിക്കേണ്ട നേരത്ത് അനീഫ്ക ഫോണിൽ വിളിച്ചുപദേശിക്കാറുണ്ട്. എടോ, അത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ, അതിങ്ങനെ വേണം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി തൻ്റെ ഇഷ്ടം, ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എനിക്കതെല്ലാം ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അനീഫ്ക അങ്ങനെ ഒരു അത്രയും പുള്ളി ഒരു നമ്മളിൽ ഒരു കുഴപ്പം കണ്ടിട്ടായിരിക്കുമല്ലോ വിളിച്ച് പറയുക. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. അതൊരു സിനിമാ നടനേക്കാളും വലുതാണ്, ഒരു വ്യക്തിയാണ്. അനീഫ്ക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഒരുപാട് പടം എഴുതാമായിരുന്നു അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന. പിന്നെ ഇഷ്ടംപോലെ നല്ല കോമഡി ചെയ്യാനും, വില്ലൻ ചെയ്ത് ഫലിപ്പിച്ച ആളാണ്. ഭയങ്കര വില്ലനൊക്കെ കാണിച്ചിട്ടുള്ള ആളാണ്. എല്ലാം അവിടെ കയ്യിൽ ഭദ്രമാണ്. അനീഫ്ക ഒരു തീരാ നഷ്ടം തന്നെയാണ്. മലയാള സിനിമക്ക് തീരാ നഷ്ടം എന്ന് പറയുന്നതിൽ ഒരാളാണ് അനീഫ്ക. നമുക്ക് എഴുതാൻ, എൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്, നമ്മൾ 90-കൾ തൊട്ട് എഴുതുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് കൈവഴക്കം വരുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ അവരെ ഞാൻ കഥാപാത്രമായിട്ടാണ് കാണുന്നത്. അതിൽ ഏറ്റവും വലുത് ഒന്ന് അനീഫ്കയാണ്, ഒന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ നെടുമുടി, ഇവരൊക്കെ, നരേന്ദ്രപ്രസാദ് സാർ, ഇവരൊക്കെ ഇല്ലാത്ത ഒരു എഴുത്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ എഴുത്തിനൊരു ഇത് വന്നതല്ലേ. അവരില്ലാത്ത ഒരു സിനിമ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരാണ് നമ്മുടെ മനസ്സിലെ സിനിമ. അപ്പോൾ അവരില്ല. അങ്ങനെ വന്നപ്പോൾ ഒടുവിൽ സാറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഒടുവിലും ഈ പറഞ്ഞ പോലെ ജീവിതത്തിലും ഭയങ്കര രസികനായിരുന്നു. സംഗീതത്തെക്കുറിച്ച് നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു. ഏത് കഥാപാത്രം കൊടുത്താലും ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരാൾ. അതിനേക്കാൾ എനിക്ക് ഈ അച്ഛൻ ക്യാരക്ടർ ഇപ്പോഴും ഞാൻ എഴുതണമെങ്കിൽ ശരിക്കും മനസ്സിൽ ഞാൻ ഒടുവിലാനെയാണ് കാണുന്നത്. ഒടുവിൽ ചേട്ടനെ മനസ്സിൽ കണ്ടാൽ നന്നായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ ഇത്തിരി ബോൾഡായിട്ടാണ് പറയേണ്ടതെങ്കിൽ തിലകൻ ചേട്ടനാണ് പറയുന്നതെങ്കിൽ എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കും. എന്നിട്ടാണ് അത് എഴുതുന്നത്. സാറിനിപ്പോൾ ആ ഓർമ്മകളൊക്കെ വന്നത്, സാറിൻ്റെ കണ്ണ് നിറഞ്ഞത് എനിക്ക് കാണാം, കണ്ണടയുടെ ഉള്ളിലാണേലും. പക്ഷെ അതാ ഞാൻ പറഞ്ഞു വന്നത്, സാറിപ്പം എന്താ പറയുക, റാഫിക്ക ഒരുപാട് സിനിമകൾ അല്ലാതെ ചെയ്തു ഒറ്റയ്ക്ക്. അപ്പോൾ സാറിനിപ്പോൾ ഇപ്പോഴും കഥ അവരൊക്കെ മനസ്സിലിങ്ങനെ അവരൊക്കെ സിനിമയിൽ വേണമെന്നുള്ള ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരു ഇത് വന്നതെന്നാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സിനിമ അത്രയും നല്ലതായിരിക്കും. തീർച്ചയായും. സാർ, ഇന്നത്തെ തലമുറ ഒരുപാട് പേര് സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, സിനിമ എഴുതുന്നവരാണ്. പക്ഷെ പലർക്കും ഇപ്പോൾ ഇന്നത്തെ സിനിമയിൽ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു കഥ എടുക്കുമ്പോൾ അതിങ്ങനെ വിജയിക്കുമോ, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഥ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് കഥ കിട്ടുമോ? തീർച്ചയായിട്ടും. കഥ നമ്മുടെ സമൂഹത്തിലല്ല, നമുക്ക് ചുറ്റും കഥകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആത്മാവിനെ തേടിയാണ് അതിൻ്റെ സഞ്ചാരം. അത് ആരിലെങ്കിലും എത്തിച്ചേരാൻ കഥകൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ചുറ്റും കഥകളുണ്ട്. അതിനെ നമ്മളാണ് കണ്ടെത്തേണ്ടത്. അതിൽ നല്ല കഥകളെ കണ്ടെത്തി ഇത് പബ്ലിക്കിനോട് പറയാൻ കൊള്ളാം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് വിജയിക്കുന്ന ഒരു കഥയായിരിക്കും. അത് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എനിക്ക് ഒരു കഥ അയച്ചു തന്നു. അത് മത്സരത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ഫെഫ്ക നടത്തിയ ഒരു മത്സരത്തിന് വേണ്ടിയാണ്. ഞാനും എസ് എൻ സ്വാമിയും കൂടി ഇരുന്നാണ് കഥകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എസ് എൻ സ്വാമി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഞാൻ എന്ത് സ്വാമി എന്ന് ചോദിച്ചപ്പോൾ, ഈ കഥ ഒന്ന് വായിച്ചു നോക്കിയിരുന്നു. ഈ കുട്ടി അയച്ച കഥയാണ്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ 3 ദിവസം ഇരുന്ന് കരഞ്ഞിട്ടാണ് ഈ കഥ എഴുതിയത്. അത്ര സെൻറ്റിമെൻസാണ് ഈ കഥ. ആ കഥയാണ് അവിടെ സ്വാമി പൊട്ടിച്ചിരിച്ചത്. ഞാൻ വെച്ചാൽ കോമഡി സിനിമയാണ് സ്വാമി, വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ക്യാൻസർ നമ്മൾ കേട്ടും അടുത്ത ഒരു കഥയാണല്ലോ സിനിമയിൽ ബ്ലഡ് ക്യാൻസർ. അങ്ങനെ വന്ന ഒരു സ്ത്രീയുടെ ഒരു കഥയാണ്. പക്ഷേ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടെ അടുത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ബ്ലഡ് ക്യാൻസറിൽ മരിച്ചത് നേരിൽ കണ്ടതും ആ വീട്ടിലെ വിഷമങ്ങൾ മനസ്സിലാക്കിയതുമായ ഒരു കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് അതിനൊരുപാടത് ഫീൽ ചെയ്യും.
അത് റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും, റിയൽ സ്റ്റോറീസ്. പക്ഷേ പബ്ലിക്കിന് അത് സ്റ്റോറി ആകണമെന്നില്ല, ആസ്വദിക്കാനാവുന്ന ഒരു സ്റ്റോറി ആകണമെന്നില്ല. പബ്ലിക്കിനെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരിക്കൽ കണ്ട സിനിമ വീണ്ടും കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇതേ സ്റ്റോറി മറ്റൊരു സിനിമയിൽ വന്ന് കാണാൻ അവർ ആഗ്രഹിക്കും. കഴിഞ്ഞ പടത്തിലൊക്കെ പറഞ്ഞ കഥയല്ലേ എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് പുതിയ മാനങ്ങൾ കണ്ടെത്തണം. കഥ ഒന്ന് തന്നെ ആയാലും കുഴപ്പമില്ല. ഇനി മറ്റൊന്ന്, കഥ പുതിയത് ഉണ്ടാകണില്ല ഈ നാട്ടിൽ. പുതിയ കഥകളില്ല. കഥകളെല്ലാം മഹാഭാരതത്തിലും രാമായണത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. ഇതിൻ്റെ മുകളിലൊന്നുമില്ല. ഇതിൽ നിന്നും ഉൾക്കൊണ്ട കാര്യങ്ങളാണ് പുതിയ കഥ എന്ന് പറഞ്ഞ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഉദാഹരണത്തിന് ഭഗവതം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഭഗനെ ദിവസവും ഭക്ഷണവുമായി ഒരാൾ പോകണം. ഭഗൻ ആ ആളെയും തിന്നും ഭക്ഷണവും കഴിക്കും. നാളെ അടുത്ത ആൾ വരണം. ഇപ്പോഴാണ് പഞ്ചപാണ്ഡവന്മാർ അമ്മയൊക്കെ ആയിട്ട് ആ നാട്ടിലെത്തുന്നത്. ഈ ദുഃഖം പറയുമ്പോൾ അമ്മ പറയും, നിങ്ങൾ ഭയപ്പെടണ്ട, നാളെ എൻ്റെ മകൻ ഭീമൻ പോകും, അവൻ നോക്കിക്കോളാം. എല്ലാവരും വളരെ പ്രതീക്ഷയായി ഭീമനെ വിടും ഭക്ഷണവുമായി. ഭീമൻ അവിടെ ചെല്ലും. ഭഗനെ ഇടിച്ച് മടക്കി ഒടിച്ച് പപ്പടമാക്കി കളഞ്ഞിട്ട് ഭയങ്കര വിജയത്തിൽ കഥ അവസാനിക്കുന്നു. ഭഗവതം അല്ലേ? ഇത്തരം എത്ര മോഹൻലാൽ പടങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലോചിച്ചോ. ഇല്ലേ? ഒരു നാട്ടിൽ വരുന്നു, ഒരാൾ വരുന്നു, അവിടെ ഒരു പ്രശ്നം, ആ പ്രശ്നം നേരിടുന്നു. ഈ ഭഗൻ തന്നെയാണ്ട, ഭഗന് പകരം ഒരാൾ വരും അവിടെ. രാഷ്ട്രീയ നേതാവാകാം, ഗുണ്ടയാകാം, പോലീസ് ഓഫീസറാകാം, എന്തും ആകാം. ഇത് നമ്മൾ കഥ അതൊക്കെ തന്നെ, പുതിയ കഥയല്ലാതെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും വിഷ്വലൈസേഷനും കൂടി ചേർന്ന് പുതിയൊരു സിനിമ ഉണ്ടാക്കാം. പിന്നെ ഇതുപോലെ ഒരുപാടുണ്ട്. അനീഫ് ഖാ ഒരിക്കൽ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, അനീഫ് ഖാ ഒരിക്കൽ എന്നോടൊരു കഥയെപ്പറ്റി പറഞ്ഞു. അത് മഹാഭാരതമാണ്, ഒരമ്മയുടെയും മക്കളുടെയും കഥയാണ്. സത്യത്തിലത് മഹാഭാരതമാണ്. പുള്ളി ആ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് മഹാഭാരതത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രീറ്റ്മെൻറ്റ്. NN പിള്ളയുടെ ഒരു ദ കർട്ടൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ മനുഷ്യ ജീവിതത്തിന് ഇത്ര സിറ്റുവേഷൻസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതിൽ പറഞ്ഞത് 36 സിറ്റുവേഷനാണെന്ന് തോന്നുന്നു. അത് പുള്ളി ക്രോഡീകരിച്ച് 22 ആക്കിയിട്ടുണ്ട്. ഇത്രയും സിറ്റുവേഷൻ മനുഷ്യ ജീവിതത്തിൽ വരുള്ളൂ. ഇതിൽ ഇത്രയും കഥകളെ ഉണ്ടാവുള്ളൂ. ഇത് ഇത്രയും ഉള്ളത് മഹാഭാരതത്തിലും രാമായണത്തിലും ഇത്രയും സിറ്റുവേഷനുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇനി ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഇതിനപ്പുറത്തേക്കൊരു ജീവിതകഥ ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇതിലുണ്ടാവും, നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കാണത്, ഇതിലുണ്ടായിരിക്കും. അത് ഇതിന് മുകളിലൊരു കഥ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതിൽ നിന്നും വരുന്നതായിരിക്കുമല്ല. അപ്പോൾ അതാണ്, കഥ ഉണ്ട്. പിന്നെ കഥാ സരിത് സാഗരം. ഒരിക്കൽ ഞാൻ പണ്ട് യാഹൂ ചാറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹോളിവുഡ് വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്തു. ഗോഡ്സില്ലയുടെ ഒരു ക്രൂവാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, നിങ്ങൾ കഥ ഉണ്ടാക്കാൻ ഇന്ത്യക്കാരാണ് ഏറ്റവും മിടുക്കത്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മഹാഭാരതമുണ്ട്, രാമായണമുണ്ട്, കഥാ സരിത് സാഗരമുണ്ട്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കഥകൾ വരും. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആകുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രാഫിക്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അത് ശരിയാണ്. അതനുസരിച്ച് അവരവരുടെ ചുവടൊന്നു മാറ്റി അവർ ഗ്രാഫിക്സ് ആക്കി പകരം. അപ്പോൾ നമ്മളെക്കാൾ വലിയ കഥ അവർക്കുണ്ടായി. അങ്ങനെ കഥകൾ പരിതസ്ഥിതിയൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് പക്ഷേ വിജയിക്കാത്ത പോകുന്നതിന്റെ കാരണം നമ്മളത് അതിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യല്ല. അതെ, ഇത് ജനങ്ങളിൽ ഇത് എത്തിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ. അതിൽ ചെന്നാൽ മാത്രമേ ജനം സ്വീകരിക്കുള്ളൂ. കഥ എന്തും പറയാം നമുക്ക്. പിന്നെ വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നൊരു കാര്യം, ഒരു സിനിമയുടെ കഥ പറയുന്നത് 3.5 കോടി ജനത്തോടാണ്. അത് മനസ്സിൽ വേണം. ഇല്ലാതെ ഇവിടെ കഥ പറയാൻ ചില പിള്ളേർ വരും. ഞാൻ അവരോട് പറയുന്നത് ഇത് തന്നെയാണ്, മോനെ ഇത് 3.5 കോടി ജനത്തോട് പറയാവുന്ന കഥയാണ്. ഒരു ഉദാഹരണം പറയും, നമ്മുടെ ഇവിടെ ഒരു 2 സൈക്കിൾ കൂട്ടിയിടിച്ചു ഈ കവലയിൽ. ഇത് ആരോടാ പറയേണ്ടത്? ഈ അയൽപക്കത്ത്, ഈ അടുത്ത ആ ജംഗ്ഷനിൽ ഒരു കടക്കാരനോടും അവിടെ വന്ന്
ചായ കുടിക്കുന്ന രണ്ടുപേരോട് ഇത് പറയാൻ പറ്റുള്ളൂ അല്ലേ? ദേ ഇവിടെ ഇപ്പോൾ ഒരു സൈക്കിൾ ഇടിച്ച് അത് ആരൊക്കെയാണെന്ന് ചോദിക്കുക, ഇന്ന ആൾ, ഓക്കെ കഴിഞ്ഞു. ഒരു 2 കാറാണ് ഇടിച്ചെങ്കിൽ കുറച്ചുകൂടി ആളുകൾ അറിയും, ആളുകളോട് ഇത് പറയാവുന്ന മാറ്ററാണ്. ഫ്ലൈറ്റ് ആണെങ്കിൽ നാളെ മനോരമയുടെ ഫ്രണ്ട് പേജിലും വരും. കാരണം അത് വലിയ വാർത്തയാണ്. അത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് പറയാനുള്ള അത്രയും വലുതാണ്. അതാണ് കഥയും ഇതുപോലെയാണ്. 3.5 കോടി ജനത്തോട് പറയേണ്ട കഥ എന്താണെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ കഥ ഇത്രയും പേരോട് പറയാൻ കൊള്ളാമോ? അല്ലെങ്കിൽ ഇതൊരു 10 പേരോട് പറയാവുന്നതാണ്. 10 പേരോട് പറയാവുന്നതാണെങ്കിൽ 8 പേരെ തിയേറ്ററിൽ വരുള്ളൂ. അതാണ് കഥയുടെ പ്രത്യേകത. ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ, ഇതൊന്നും അല്ല. ഒരുപാട് കഥയെപ്പറ്റി പഠിച്ചാൽ മാത്രമേ നല്ല കഥാകൃത്താകാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രഗത്ഭരായ സംവിധായകർ പറയുന്ന ഒരു കാര്യമാണ്, തിരക്കഥയും സ്റ്റോറി ബോർഡും ഇല്ലാതെയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥയാണെന്നാണ് പണ്ട് മുതൽ പറയുന്നത്. തിരക്കഥ അതെങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു മൂവി? അല്ല, അങ്ങനെ ഒരിക്കലും ഒരു മൂവി എടുക്കാൻ പറ്റില്ല. ഇതൊരു പ്രഗത്ഭനായ ഒരു ഡയറക്ടർ, ഒരു എഴുത്തുകാരനൊക്കെ ആയ ഒരു ഡയറക്ടർ എന്നോട് ഞാനൊരിക്കൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സ്റ്റോറി ബോർഡിങ് വേണം നമുക്ക്. നല്ല സ്റ്റോറി ബോർഡിങ് ഉണ്ടെങ്കിലേ നമുക്ക് ഫ്രെയിം സെൻസോടുകൂടി നല്ലൊരു സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയും സിനിമ എടുത്തത് സ്റ്റോറി ബോർഡ് ഇല്ലാതെയാണ്. ഞാൻ പറഞ്ഞത് അത് തെറ്റാണ്. സാറിൻ്റെ മനസ്സിൽ സ്റ്റോറി ബോർഡിങ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റും. പറഞ്ഞാൽ അത് ശരിയാണ്. വ്യക്തമായ ധാരണ പുള്ളിക്കുണ്ട്, സ്റ്റോറി ബോർഡിങ് വേണ്ട. അല്ലാതെ തന്നെ കളർ സാച്ചുറേഷൻ വരെ മാർക്ക് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ബോർഡ് പുള്ളിയുടെ മനസ്സിലുണ്ട്, ഫ്രെയിം പുള്ളിയുടെ മനസ്സിലുണ്ട്. എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഉള്ളിലുണ്ടെങ്കിൽ അത് മതി. അതുപോലെ തിരക്കഥയില്ലാതെയും സിനിമ എടുക്കാം. പക്ഷെ വ്യക്തമായ ധാരണ ഉള്ളിലുണ്ടെങ്കിൽ തിരക്കഥയില്ലാതെയും സിനിമ എടുക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടല്ലോ. ആകെ ഡയലോഗ് ചിലപ്പോൾ പ്രീ പ്ലാൻഡ് ആയിരിക്കില്ല, അത് ഇവിടെ വെച്ച് എഴുതിയാലും ഉണ്ടാക്കിയാലും മതി. ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവരെങ്ങനെ, അവരുടെ റെൻഡറിങ് എങ്ങനെ, അതുപോലെ ചെയ്താൽ മതി. നന്നായി സിനിമ എടുക്കാൻ പറ്റും. എന്ന് വിചാരിച്ച് തിരക്കഥയില്ലാതെ എടുക്കാം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഉള്ളിലുണ്ട്, അവർക്കെടുക്കാം. പിന്നെ അസിസ്റ്റൻസ് കൂടി ഇത് അറിയണ്ടേ, അതുകൊണ്ട് പേപ്പർ വർക്ക് ചെയ്ത് എല്ലാവരും ക്യാമറമാനെയൊക്കെ കാണിക്കണ്ടേ, ആർട്ടിസ്റ്റ് അറിയണ്ടേ, നമ്മുടെ ഉള്ളിൽ മാത്രം പോരാ. അതുകൊണ്ട് ഇത് പേപ്പർ വർക്ക് ചെയ്ത് എല്ലാവരെയും കാണിച്ചതിന് ശേഷം എന്നാലേ കോസ്റ്റ്യൂമർക്ക് കോസ്റ്റ്യൂം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ആർട്ട് ഡയറക്ടർക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേപ്പർ വർക്ക് ചെയ്യണം, എല്ലാവരെയും കാണിക്കുക. ഇതിന് പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ എന്നാണ്. പ്രീ പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ 3 സെക്ഷനുണ്ട്. ഈ പ്രീ പ്രൊഡക്ഷനാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ഏറ്റവും സമയം ചെലവഴിക്കേണ്ടത്, ഏറ്റവും പ്രൊഫൗണ്ടിങ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്, പ്രീ പ്രൊഡക്ഷൻ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നു പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് കൂടുതൽ ശ്രദ്ധ ഫോക്കസ് കൊടുക്കുന്നത്. നോ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത് മെറ്റീരിയൽ കളക്ഷൻ കഴിഞ്ഞു, ഇനി ചെയ്യേണ്ട ജോലിയാണ്. ഈ മെറ്റീരിയൽ എടുക്കുന്നതിന് മുമ്പാണ് നമ്മൾ പ്രിപ്പയർഡ് ആകേണ്ടത്. അത് പ്രീ പ്രൊഡക്ഷനാണ്. ഇതിൽ വേണം എല്ലാം ചെയ്യാം, ഇതിനാണ് സമയം എടുക്കേണ്ടത്. ഇന്ന് ആരും അതിന് സമയം എടുക്കുന്നില്ല. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ബഡ്ജറ്റിങ് മാത്രമൊക്കെ ഇട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെയ്യാനേ പാടില്ല. ഷൂട്ട് ചെയ്യാൻ അങ്ങനെ തുടങ്ങുകയേ ചെയ്യരുത്. എല്ലാം കറക്റ്റാക്കി പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബഡ്ജറ്റ് ഇട്ടിട്ട് വേണം പ്രൊഡക്ഷനിലേക്ക് സിനിമയിലേക്ക് കടക്കാൻ. അതെ, 20 വർഷത്തോളം റാഫി മെക്കാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചിരിയുടെ സുൽത്താൻമാരുടെ കോംബോ വന്നു. അതൊരിടക്ക് ബ്രേക്കായി. ആ കാരണം എന്തായിരുന്നു ശരിക്കും? ഇനി അങ്ങനെ ഒരു കൂട്ടുകെട്ട് വരുമോ, നമുക്ക് പ്രതീക്ഷിക്കാമോ മലയാളികൾക്ക്? നമ്മൾ ഇതിൽ കാണുമല്ലോ, തിങ്കൾ മുതൽ വെള്ളി വരെ കാണുവിൻ, പ്രതീക്ഷിക്കും. ബാക്കി അടുത്ത എപ്പിസോഡ് തിങ്കളാഴ്ച കാണാം. ഒന്നും പറയാനില്ല, എല്ലാം വരും, എല്ലാം ശരിയാക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സാർ ഇത്രയും നേരം നമ്മോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. ഈ വിലപ്പെട്ട സമയം തന്നതിൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.